ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ തക്കാളി, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തക്കാളി, പച്ചമുളക്, സവോള ഇതെല്ലാം നല്ല രീതിയിൽ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ചെമ്മീനൊക്കെ കഴുകി നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മുളകും പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെമ്മീൻ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ച് ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ഹാഫ് വേവിൽ എടുത്താൽ മതി. നല്ല ചെമ്മീൻ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം ഈ ഒരു വേവിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ മൂത്ത് കിട്ടിയാൽ മതി. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തതുകൊണ്ട് അധികം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഏകദേശം 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരുവിധം ഈ രീതിയിലൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്റ്റ് ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നമ്മുടെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.